ഇന്ത്യ ചൈന സംഘർഷ വേളയിൽ കേന്ദ്ര സർക്കാർ കൈയൊഴിഞ്ഞെന്ന മുൻ കരസേനാ മേധാവിയുടെ വെളിപ്പെടുത്തലിൽ ഇളകിമറിഞ്ഞ് പാർലമെന്റ്. എം നരവനെയുടെ പുസ്തകഭാഗം വായിക്കാൻ രാഹുൽ ഗാന്ധിയെ അനുവദിക്കാതെ സ്പീക്കർ. ദേശസുരക്ഷയെക്കുറിച്ചുള്ള ഗുരുതര പ്രശ്നമെന്ന് രാഹുൽ. സഭാരേഖകളിൽ പുസ്തകഭാഗം വരാതിരിക്കാൻ കടുത്ത പ്രതിരോധം തീർത്ത് കേന്ദ്രമന്ത്രിമാരുടെ നിര. നിശബ്ദനായ കാഴ്ചക്കാരനായി പ്രധാനമന്ത്രി. രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഉന്നയിച്ചതോടെ ചർച്ചയായി കരസേന മുൻ മേധാവിയുടെ പുസ്തകത്തെക്കുറിച്ചുള്ള ക്യാരവാൻ ലേഖനം. 2020 ചൈനീസ് പട ലഡാക്കിലേക്ക് വന്നപ്പോൾ രാജ്നാഥ് സിംഗ് കൃത്യമായ നിർദ്ദേശം നൽകിയില്ല എന്ന ആരോപണം. ഉചിതമായത് ചെയ്യൂ എന്ന് പറഞ്ഞൊഴിഞ്ഞുവെന്നും നരവനെ. ചൈനീസ് പട മുന്നേറുമ്പോഴും ഭരണ നേതൃത്വത്തിന്റെ തീരുമാനം കാത്ത് ത്രിശങ്കുവിൽ നിന്നെന്ന് വെളിപ്പെടുത്തൽ. കേരളത്തിന്റെ അതിവേഗ റെയിൽ സ്വപ്നത്തിന് കേന്ദ്രത്തിന്റെ റെഡ് ഫ്ലാഗ്. പദ്ധതി പ്രഖ്യാപിക്കാതെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. കേന്ദ്ര ഉത്തരവോ DMRC നിർദ്ദേശമോ ഇല്ലാതെ അതിവേഗ റെയിലിനായി സ്വന്തം നിലയിൽ ഓഫീസ് തുറന്ന് ഇ ശ്രീധരൻ. DPR തയ്യാറാക്കാനെന്ന അവകാശവാദം. കേന്ദ്ര ബജറ്റിലെ അവഗണനയെ ന്യായീകരിക്കാൻ പെടാപ്പാടുപെട്ട് സംസ്ഥാന BJP നേതൃത്വം. കേരളത്തിൽ ഒരുപാട് പദ്ധതികൾ ഉണ്ടല്ലോ എന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ കാടടച്ചു വെടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച UDF. ബേപ്പൂരിൽ PV അൻവർ UDF സ്ഥാനാർത്ഥിയാകുമെന്ന ന്യൂസ് മലയാളം വാർത്ത ശരിവെച്ച് KPCC പ്രസിഡന്റ്. രാഷ്ട്രീയ കേസ് പ്രതികളുടെ പരോളിനെ ചൊല്ലി പ്രക്ഷുബ്ധമായി നിയമസഭ. KK രമയുടെ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയതോടെ ഡയസിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിച്ച് പ്രതിപക്ഷം. നിയമസഭയിൽ ഇന്നും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വാക്പോര്. സോണിയാഗാന്ധിയുടെ പേര് പരാമർശിച്ച് V ശിവൻകുട്ടിയുടെ പ്രഹരം. വിരട്ടാൻ വരേണ്ട എന്ന് വെല്ലുവിളി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT കുറ്റപത്രം വൈകുന്നതിനാൽ കൂടുതൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന് ജാമ്യം അനുവദിച്ച് കൊല്ലം വിജിലൻസ് കോടതി. തൊണ്ടിമുതൽ തിരിമറി കേസിൽ മുൻ മന്ത്രി ആന്റണി രാജുവിനെതിരായ ശിക്ഷാവിധി മരവിപ്പിച്ച് തിരുവനന്തപുരം സെഷൻസ് കോടതി. കുറ്റക്കാരൻ എന്ന വിധി നിലനിൽക്കും. മാലിക് ദീനാർ കൾച്ചറൽ ഫോറം നൽകുന്ന 7ാമത് സയ്യിദ് വഹീറുൽ അഹ്ദൽ അവാർഡ് സമ്മാനിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി പള്ളങ്കോട് അബ്ദുൽ ഖാദിർ മദനിയാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. ചെറായി ഗൗരീശ്വര ക്ഷേത്രത്തിലെ പൂരത്തോടനുബന്ധിച്ച് നടന്ന ഭഗവാന്റെ തിടമ്പ് കയറ്റ ചടങ്ങ് ഭക്തിസാന്ദ്രമായി. സുബ്രഹ്മണ്യസ്വാമിയുടെ തിടമ്പ് തെക്കേ ചെരുവാരത്തിന്റെ കാളിയാർ മഠം ശേഖരനും മഹാദേവന്റെ തിടമ്പ് പാറമേക്കാവ് കാശിനാഥനും കരസ്ഥമാക്കി. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധിച്ച് യുവമോർച്ച. നെടുമങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. റബ്ബർ ഉൾപ്പെടുന്ന കാർഷിക മേഖലയ്ക്ക് കുതിപ്പ് നൽകുന്ന പദ്ധതികളും ഉയർന്ന ബജറ്റ് വിഹിതവുമാണ് കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചത് എന്ന് BJP നേതാവ് N ഹരി. കാസർഗോഡ് ഉപ്പള സോങ്കാലിൽ 53,980 ഗ്രാം MDMAയുമായി യുവാവ് പിടിയിൽ. ഇർഷാദിനെയാണ് കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തത്. പശ്ചിമബംഗാളിൽ ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ കൊൽക്കത്ത ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ ജില്ലാ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. SIRലെ അപാകതകൾ പരിഹരിക്കുക എന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. 135 കുപ്പി മാഹി മദ്യവുമായി യുവാവ് പിടിയിൽ. ഒഡീഷ സ്വദേശി അനധി റായിയെയാണ് തളിപ്പറമ്പ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അഷ്റഫ് മലപ്പട്ടവും സംഘവും പൂവം പെരുമ്പാറ ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിലാണ് പ്രതി പിടിയിലായത്. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് പാപ്പിനിശ്ശേരിയിൽ പെട്രോൾ പമ്പ് ആരംഭിക്കുന്നു. ഇന്ത്യൻ ഓയിൽ പെട്രോളിയം ഔട്ട്ലെറ്റാണ് പ്രവർത്തനം ആരംഭിക്കുക. പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് വീണ്ടും അഭിമാനാർഹമായ നേട്ടം. KGMOA സംസ്ഥാന വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന മികച്ച ഡോക്ടർ പുരസ്കാരങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് ലഭിച്ചു. SIRലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് LDF മാർച്ച് നടത്തി. LDF കൺവീനർ TP രാമകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ആതുര സേവന രംഗത്ത് പുതിയ ചുവടുവയ്പുമായി കോടിയേരി ബാലകൃഷ്ണൻ മെമ്മോറിയൽ ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റി. സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കാനും പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ സേവനങ്ങൾ ലഭ്യമാക്കാനുമായി തയ്യാറാക്കിയ പുതിയ മൊബൈൽ ആപ്പ് നടൻ മമ്മൂട്ടി കൊച്ചിയിൽ പ്രകാശനം ചെയ്തു.
ആക്ടേഴ്സ് ഫാക്ടറിയുടെ 4ാമത് അഭിനയ പരിശീലന കളരി ഈ മാസം 14, 15, 16 തീയതികളിൽ കൊച്ചിയിൽ വൈറ്റിലയിൽ നടക്കും. സംവിധായകൻ എം പത്മകുമാർ, നടനും സംവിധായകനും ഛായാഗ്രഹനുമായ പി സുകുമാർ, നടന്മാരായ ജയൻ ചേർത്തല, പ്രമോദ് വെളിയനാട്, ശ്രീജിത്ത് രവി, നടി ലെന, സംവിധായകനും തിരക്കഥാകൃത്തുമായ സന്തോഷ് ഇടുക്കി തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകും. ബജറ്റുകളിൽ പ്രവാസികളുടെ കാര്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മറന്നതായി മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റും പ്രവാസി വ്യവസായിയുമായ സഫാരി സൈനുൽ ആബുദ്ദീൻ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച കേരള ബജറ്റിലും ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലും പ്രവാസികൾക്ക് ആശ്വാസമാകുന്ന കാര്യങ്ങളൊന്നുമില്ല. റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ട്രാക്ടറിനടിയിൽപ്പെട്ട് വയോധികയ്ക്ക് ദാരുണാന്ത്യം. പാലക്കാട് കൂറ്റനാട് തണ്ണീർക്കോട് റോഡിലാണ് സംഭവം. തണ്ണീർക്കോട് സ്വദേശിനി സാവിത്രിയാണ് മരിച്ചത്. തിരുവനന്തപുരം മാനവീയം വീഥിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന കോർപ്പറേഷനിലെ തൊഴിലാളികൾക്ക് മാനവീയം തെരുവിടം മഴക്കോട്ടുകൾ സമ്മാനിച്ചു. അഡ്വക്കേറ്റ് കെ പി രണദിവെ അധ്യക്ഷനായി. കോട്ടയം ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് മർദ്ദിച്ചു. മോസ്കോ കവലയിലാണ് സംഭവം. സമപ്രായക്കാരായ വിദ്യാർത്ഥികളാണ് മർദ്ദിച്ചത്. കോഴിക്കോട് താമരശ്ശേരിയിൽ ബേക്കറിയിലേക്ക് കാട്ടുപന്നി ഓടിക്കയറി. പോസ്റ്റ് ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന ജനതാ ബേക്കറിയിലേക്കാണ് കാട്ടുപന്നി ഓടിക്കയറിയത്. ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ ആലപ്പി രംഗനാഥിന്റെ സ്മരണാർത്ഥം സാംസ്കാരിക നിലയം സ്ഥാപിക്കുന്നു എന്ന് മന്ത്രി വി എൻ വാസവൻ. ഇതിനായി 25 ലക്ഷം രൂപ സാംസ്കാരിക വകുപ്പ് അനുവദിച്ചെന്നും മന്ത്രി. സാമൂഹിക സുരക്ഷിതത്വത്തിന് വെല്ലുവിളിയായി മാറുകയും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത ലഹരി വിപത്തിനെതിരെ ആത്മീയ പ്രതിരോധം സൃഷ്ടിക്കണമെന്ന് ഫാദർ ബിനു തോമസ്. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ഭാഗമായുള്ള ആരോഗ്യ വണ്ടി പര്യടനത്തിന് കൊല്ലം ജില്ലയിൽ തുടക്കമായി. ചിന്നക്കട ബസ് സ്റ്റാൻഡിലെ മുകേഷ് MLA ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഈ മാസം 6, 7 തീയതികളിൽ കേരളത്തിൽ സന്ദർശനം നടത്തും. എറണാകുളം, തൃശൂർ ജില്ലകളിലെ വിവിധ പരിപാടികളിൽ ദേശീയ അധ്യക്ഷൻ പങ്കെടുക്കുമെന്ന് S സുരേഷ് അറിയിച്ചു. ആലപ്പുഴ കായംകുളത്ത് NDPC മുൻ ജീവനക്കാരുടെ സംഗമം നടത്തി. പരിപാടിയിൽ വിരമിച്ച ജീവനക്കാരെ ആദരിച്ചു. ചേപ്പാട് ടൗൺഷിപ്പിലായിരുന്നു പരിപാടി. കേന്ദ്ര സംസ്ഥാന ബജറ്റുകൾ അവതരിപ്പിച്ച BJPയുടെയും LDFന്റെയും റഡാറിൽ തൃശൂർ ഇല്ല എന്ന വിമർശനവുമായി DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജൻ. തൃശൂർ മണ്ണുത്തി ഒല്ലൂക്കരയിൽ പ്രവർത്തിക്കുന്ന സത്യം ഐസ് ഫാക്ടറിയിൽ അമോണിയം വാതകം ചോർച്ച. അമോണിയം പൈപ്പിന്റെ വാൽവിനുണ്ടായ തകരാറാണ് ചോർച്ചയ്ക്കിടയാക്കിയത്. തൃശൂർ പൂമംഗലം പടിയൂർ സമഗ്ര കോൾ കൃഷി വികസന പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. കൊല്ലം ജില്ലാ പ്രവാസി സമാജം കുവൈറ്റിന്റെ 20ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കൊല്ലം ഫെസ്റ്റ് സംഘടിപ്പിക്കും. കൊല്ലം ഫെസ്റ്റ് 2026 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെയും ദേശിങ്ങനാട് മഹോത്സവത്തിന്റെ പോസ്റ്റർ പ്രകാശനവും സ്വാഗത സംഘ രൂപീകരണവും നടന്നു. വീടിനുള്ളിൽ അതിക്രമിച്ചു കയറി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് 4 വർഷം കഠിന തടവും 35,000 രൂപ പിഴയും ശിക്ഷ. തൃശൂർ മേത്തല സ്വദേശി വിനോദിനെയാണ് കൊടുങ്ങല്ലൂർ അതിവേഗ പ്രത്യേക പോക്സോ കോടതി ശിക്ഷിച്ചത്. തൃശൂർ ചെറുതുരുത്തി ഗവൺമെന്റ് ഹൈസ്കൂളിലും സെക്കൻഡറി സ്കൂളിലെയും അധ്യാപകരുടെ കൂട്ടായ്മ യോഗം സംഘടിപ്പിച്ചു. നിലവിൽ ജോലി ചെയ്യുന്നവരും വിരമിച്ചവരുമായ അധ്യാപകരെ ഉൾപ്പെടുത്തി സ്മൃതിപഥം 2026 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പക്ഷാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ചേവായൂർ ഗവൺമെന്റ് ത്വക്കുരോഗ ആശുപത്രിയിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KK രാജാറാം നിർവഹിച്ചു. കേരളത്തിലെ മികച്ച ഓങ്കോളജി വിഭാഗത്തിനുള്ള ധനം ഹെൽത്ത് കെയർ സമ്മിറ്റ് 2026 പുരസ്കാരം കൊച്ചി VPS ലേക്ക് ഷോർ ആശുപത്രിക്ക്. അസോസിയേഷൻ ഓഫ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇന്ത്യ ഡയറക്ടർ ജനറൽ ഡോക്ടർ ഗിരിധർ ഗ്യാനിയിൽ നിന്നും ലേക്ക് ഷോർ ഗൈനക് വിഭാഗം മേധാവി ഡോക്ടർ K ചിത്രധാര ഏറ്റുവാങ്ങി. കോഴിക്കോട് വ്യവസായ വാണിജ്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മണിയൂർ, തിരുവള്ളൂർ പഞ്ചായത്തുകളിലെ നവസംരംഭകർക്കായി സംരംഭകത്വ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. മലബാർ മേഖലയിൽ റവന്യൂ രേഖകളിലെ നികുതി കെട്ടാത്ത ഭൂമിക്ക് നികുതി അടയ്ക്കാമെന്ന് സർക്കാർ ഉത്തരവ്. ഇതിനായി റവന്യൂ ഭൂമിയായി രേഖപ്പെടുത്തിയ സ്ഥലത്തിന്റെ ഉടമയ്ക്കും നിയമപരമായ അവകാശികൾക്കും വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകാം. 2020 ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ മത്സരിച്ചില്ലെങ്കിൽ പാകിസ്ഥാനെതിരെ നടപടിക്ക് സാധ്യത. ബഹിഷ്കരണ നീക്കത്തിൽ സസ്പെൻഷൻ ആലോചനയിൽ.
വനിതാ പ്രീമിയർ ലീഗ് ഫൈനലിൽ RCBയുടെ എതിരാളികളെ നാളെ അറിയാം. പ്ലേ ഓഫിൽ ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ജയന്റ്സിനെ നേരിടും. സ്ക്വാഷിൽ ചരിത്ര നേട്ടം സ്വന്തമാക്കി ഇന്ത്യൻ താരം അനാഹത് സിംഗ്. സ്ക്വാഷ് ഓൺ ഫയർ ഓപ്പൺ കിരീടം സ്വന്തമാക്കിയാണ് അനാഹത് ചരിത്ര നേട്ടത്തിൽ എത്തിയത്. സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡിന് തിരിച്ചടി. പരിക്കേറ്റ മധ്യനിര താരം ജൂഡ് ബെല്ലിംഗ്ഹാം ഒരു മാസത്തോളം പുറത്തിരിക്കുമെന്ന് റിപ്പോർട്ട്. കേരളത്തിലെ കായിക വകുപ്പിനെയും കായിക മന്ത്രി വി അബ്ദുറഹ്മാനെയും രൂക്ഷമായി വിമർശിച്ച് ഒളിമ്പ്യൻ അഞ്ജു ബോബി ജോർജ്. കേരളത്തിൽ സ്പോർട്സിനെ അവഗണിക്കുകയാണ്. സ്പോർട്സ് കൗൺസിൽ പ്രവർത്തനരഹിതമാണ്. മുന്നിൽ നിന്ന് നയിക്കുന്നവർക്ക് താൽപ്പര്യമുണ്ടെങ്കിലേ സിസ്റ്റം നന്നാവൂ എന്നും അഞ്ജു ബോബി ജോർജ് വിമർശിച്ചു. ആന്ധ്രാപ്രദേശ് മുൻ മന്ത്രിയും YSR കോൺഗ്രസ് പാർട്ടി നേതാവുമായ ജോഗി രമേശിന്റെ വീടിനു നേരെ ആക്രമണം. സംഘടിച്ചെത്തിയ അക്രമികൾ വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുകയും വീടിനു നേരെ തീയിടുകയുമായിരുന്നു. തെലങ്കാനയിൽ ജമന്തി കൃഷിയുടെ മറവിൽ കഞ്ചാവ് കൃഷി ചെയ്ത ക്ഷേത്ര പൂജാരി പിടിയിൽ. 48-കാരനായ അവധി നാഗയ്യയാണ് പോലീസ് പിടിയിലായത്. സംഗറെഡ്ഡിയിൽ ക്ഷേത്ര പരിസരത്ത് ജമന്തി കൃഷിക്കിടയിൽ കഞ്ചാവ് വളർത്തുകയായിരുന്നു. 2020 ഡൽഹി കലാപക്കേസിലെ 6 പ്രതികളെ കർക്കദുമ കോടതി വെറുതെ വിട്ടു. ന്യൂ ഉസ്മാൻപൂരിൽ മസ്ജിദിന് സമീപം കടകളും വീടുകളും തീയിട്ട് നശിപ്പിച്ച കേസിലെ പ്രതികളെയാണ് തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടത്. ജാർഖണ്ഡിലെ ആദിവാസി ഗ്രാമത്തിൽ ക്രിസ്ത്യൻ മതം സ്വീകരിച്ച കുടുംബങ്ങൾക്ക് കുടിവെള്ളം പോലും നിഷേധിച്ച് ബഹിഷ്കരണം. ജഗന്നാഥപൂരിലെ ഹൽദി പൊഖാർ ഗ്രാമത്തിലാണ് മതം മാറിയ 4 കുടുംബങ്ങൾക്ക് ഗ്രാമത്തിലെ കിണറുകളും പൊതു പൈപ്പുകളും കുളവുമെല്ലാം ഉപയോഗിക്കുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തിയത്. വിജയുടെ തമിഴ് വെട്രി കഴകം 3ാം വർഷത്തിലേക്ക്. പനയൂരിലെ TVK ആസ്ഥാനത്ത് നടന്ന വിപുലമായ ആഘോഷങ്ങളിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ചടങ്ങിൽ പ്രസംഗിക്കവേ DMKക്കെതിരെ രൂക്ഷ വിമർശനവും ഉയർത്തി വിജയ്. NCP നേതാവ് ശരത് പവാറിനെ മുംബൈയിലെ വസതിയിലെത്തി സന്ദർശിച്ച് വ്യവസായി ഗൗതം അദാനി. 1 മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ച അജിത് പവാറിന്റെ മരണത്തെ തുടർന്നുള്ള അനുശോചന സന്ദർശനമായിട്ടാണ് വിശേഷിപ്പിക്കുന്നതെങ്കിലും രാഷ്ട്രീയ പുനഃസംഘടനകളെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തിയെന്നാണ് വിലയിരുത്തൽ. തെലങ്കാനയിലെ വിവാദമായ ഫോൺ ചോർത്തൽ കേസിൽ മുൻ മുഖ്യമന്ത്രി K. ചന്ദ്രശേഖർ റാവുവിനെ SIT ചോദ്യം ചെയ്തു. ഇന്നലെ റാവുവിന്റെ നന്ദി നഗറിലെ വീട്ടിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. ബോളിവുഡ് സംവിധായകൻ രോഹിത് ഷെട്ടിയുടെ വീടിന് നേരെയുണ്ടായ വെടിവെപ്പിൽ 4 പേർ അറസ്റ്റിൽ. മുംബൈ പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ശനിയാഴ്ച രാത്രിയാണ് ജുഹ്രുവിലെ രോഹിത് ഷെട്ടിയുടെ വസതിക്ക് നേരെ വെടിവെപ്പുണ്ടായത്. ബീഹാറിൽ പൊതു ശ്മശാനത്തിലേക്ക് വഴി നിഷേധിച്ചതിനെ തുടർന്ന് ദളിത് വയോധികയുടെ മൃതദേഹം റോഡിൽ സംസ്കരിച്ചു. ബീഹാറിലെ വൈശാലി ജില്ലയിലാണ് സംഭവം. ഉത്തരാഖണ്ഡിൽ കടയുടെ പേര് മാറ്റണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം കച്ചവടക്കാരനെ ഭീഷണിപ്പെടുത്തിയ ബജ്രംഗ് ദൾ പ്രവർത്തകരെ തടഞ്ഞ ദീപക് കുമാർ എന്ന യുവാവിന് പിന്തുണയുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മധ്യപ്രദേശിൽ ജീരകം എന്ന പേരിൽ സിമന്റ് പുരട്ടിയ ജീരക വിത്തുകൾ വിറ്റ വ്യവസായികൾ. സിമന്റും കെമിക്കലുകളും കളറും കൃത്രിമമായ സുഗന്ധവും ചേർത്തുള്ള ജീരക വിത്തുകളാണ് ജീരകം എന്ന പേരിൽ വിൽക്കുന്നത്. ഇന്ത്യൻ വംശജനായ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ വീരഭദ്രൻ രാമനാഥന് അന്താരാഷ്ട്ര അംഗീകാരം. 2026 റോയൽ സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസസിന്റെ ക്രാഫോർഡ് പുരസ്കാരത്തിനാണ് വീരഭദ്രൻ രാമനാഥൻ അർഹനായത്. ജിയോ സയൻസിലെ നൊബേൽ എന്നാണ് ഈ പുരസ്കാരത്തെ വിശേഷിപ്പിക്കുന്നത്. ആഗോളതാപനത്തെക്കുറിച്ചുള്ള ധാരണയെ മാറ്റുന്നതിൽ അന്തരീക്ഷത്തിലെ ബ്രൗൺ മേഘങ്ങളെക്കുറിച്ചും മലിനീകരണ വസ്തുക്കളെക്കുറിച്ചുമുള്ള വീരഭദ്രന്റെ പഠനങ്ങൾ സുപ്രധാനമായിരുന്നു. മധ്യപ്രദേശിലെ ഇൻഡോറിൽ മലിനജലം കുളിച്ച് മരിച്ചവരുടെ എണ്ണം 32 ഉയർന്നു. ചികിത്സയിലായിരുന്ന 65-കാരി അനിത കുഷ്വാഹാണ് ഏറ്റവും ഒടുവിൽ മരിച്ചത്. 3 പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ഇതിൽ 2 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ഭഗീരഥ്പുരയിൽ പൈപ്പ് ലൈനിൽ ഓവുചാലിലെ വെള്ളം കലർന്നതാണ് ദുരന്തത്തിന് കാരണമായത്. എപ്സ്റ്റീൻ ഫയലുകളിൽ പേര് പരാമർശിക്കപ്പെട്ടതിന് പിന്നാലെ UK മുൻ മന്ത്രി ലോർഡ് മൻഡോൾസൺ ലേബർ പാർട്ടി അംഗത്വം രാജിവെച്ചു. ലൈംഗിക കുറ്റവാളി എപ്സ്റ്റീനുമായുള്ള ബന്ധത്തിന്റെ പേരിൽ മണ്ടേൽസനെ നേരത്തെ US അംബാസിഡർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം US നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട എപ്സ്റ്റീൻ ഫയലുകളിലും മൻഡേൽസണിന്റെ പേര് ഉണ്ടായിരുന്നു. അമേരിക്കയിലെ മിനിസോട്ടയിൽ അനധികൃത കുടിയേറ്റം ആരോപിച്ച് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത പിതാവിനെയും 5 വയസ്സുകാരനെയും വിട്ടയച്ചു. തടങ്കൽ കേന്ദ്രത്തിൽ പാർപ്പിച്ച അഡ്രിയാൻ കൊനേജോ അരിയാസിനെയും മകൻ ലിയാം കൊനേജോ റാമോസിനെയുമാണ് കോടതി ഉത്തരവ് പ്രകാരം വിട്ടയച്ചത്.
യുഎസുമായി സമവായത്തിന് തയ്യാറാണെന്ന സൂചന നൽകി ഇറാൻ. ചർച്ചയുടെ ചട്ടക്കൂട് എന്താണെന്ന വിവരം പ്രതീക്ഷിക്കുന്നതായി വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഖായി അറിയിച്ചു. സന്ദേശങ്ങൾ പരസ്പരം കൈമാറിക്കൊണ്ട് മേഖലയിലെ ചില രാജ്യങ്ങൾ മധ്യസ്ഥതാ ശ്രമം നടത്തുന്നുണ്ട്. നയതന്ത്ര പ്രക്രിയയുടെ ഓരോ ഘട്ടവും സൂക്ഷ്മമായി പരിശോധിക്കുകയാണെന്ന് ബഖായി പറഞ്ഞു. ഇറാൻ US ചർച്ച തുർക്കിയിലെ അങ്കറയിൽ നടക്കുമെന്നാണ് റിപ്പോർട്ട്. 90-ാം വയസ്സിൽ തന്റെ ആദ്യ ഗ്രാമി പുരസ്കാരം സ്വന്തമാക്കി തിബറ്റൻ ആത്മീയ ഗുരു ദലൈലാമ. മികച്ച ഓഡിയോ ബുക്ക്, നറേഷൻ ആൻഡ് സ്റ്റോറി ടെല്ലിംഗ്, റെക്കോർഡിംഗ് വിഭാഗത്തിലാണ് അദ്ദേഹം പുരസ്കാരത്തിന് അർഹനായത്. ലോസ് ഏഞ്ചൽസിലെ Crypto.com അരീനയിൽ നടന്ന ചടങ്ങിൽ സംഗീതജ്ഞൻ റൂഫസ് വെയിൻറൈറ്ററാണ് ദലൈലാമയ്ക്ക് വേണ്ടി പുരസ്കാരം ഏറ്റുവാങ്ങിയത്. നവീകരണത്തിന്റെ ഭാഗമായി അമേരിക്കയിലെ കെന്നഡി സെന്റർ 2 വർഷത്തേക്ക് അടച്ചിടുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഈ വർഷം ജൂലൈയിൽ 4 മുതൽ സെന്റർ അടച്ചിട്ട് പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് നീക്കം. രാജ്യത്തിന്റെ 250-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് കെന്നഡി സെന്ററിന്റെ നവീകരണത്തിന് ലക്ഷ്യമിടുന്നതെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. മ്യാൻമാർ മാഫിയയുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയ 4 പേരുടെ വധശിക്ഷ നടപ്പാക്കി ചൈന. ബായ് മാഫിയയ്ക്കായി ബന്ധപ്പെട്ട പ്രവർത്തിച്ചവരെയാണ് വധിച്ചത്. കൂട്ടക്കൊലയ്ക്കും തട്ടിപ്പും ഉൾപ്പെടെ ഗുരുതര ക്രിമിനൽ കുറ്റങ്ങൾക്ക് ഗ്യാങ്ഡോങ് പ്രൊവിഡൻസ് കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവരെയാണ് ശിക്ഷയ്ക്ക് വിധിച്ചത്. പാകിസ്ഥാനിൽ ചാവേർ ആക്രമണം നടത്തിയ ബലോചിസ്ഥാൻ ലിബറേഷൻ ആർമിയിലെ വനിതാ ചാവേറിന്റെ വീഡിയോ പുറത്ത്. ഗ്വാദറിലെ ആക്രമണത്തിൽ മരിക്കുന്നതിന് 12 മണിക്കൂർ മുമ്പ് ചിത്രീകരിച്ച ഹൗവ ബലോജ് എന്നറിയപ്പെടുന്ന യുവതിയുടെ വീഡിയോയാണ് പുറത്തുവന്നത്. പാക് സൈന്യത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള വീഡിയോയിൽ പാക് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർക്കുന്നതും കാണാം. ജെഫ്രി എപ്സ്റ്റീനോട് നിങ്ങൾ തന്നെയാണോ ചെകുത്താൻ എന്ന ചോദ്യവും അതിന് അയാൾ നൽകുന്ന മറുപടിയും വൈറലായി. സ്റ്റീവ് ബാനനുമായുള്ള അഭിമുഖത്തിൽ നിന്നുമുള്ള ഭാഗമാണ് ശ്രദ്ധ നേടിയത്. തനിക്ക് ചെകുത്താനെ പേടിയാണ് എന്ന മറുപടിയാണ് എപ്സ്റ്റീൻ നൽകുന്നത്. താൻ കുറഞ്ഞ തലത്തിലുള്ള ഒരു ലൈംഗിക കുറ്റവാളിയാണെന്നും എപ്സ്റ്റീൻ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ദലൈലാമയ്ക്ക് ഗ്രാമി അവാർഡ് നൽകിയതിനെ അപലപിച്ച് ചൈന. മതത്തിന്റെ പേരിൽ ചൈനീസ് വിരുദ്ധ വിഘടനവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളാണ് ദലൈലാമ എന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ ആരോപിച്ചു. ചൈന വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ അവാർഡ് നൽകി ആദരിക്കുന്നതിനെ ശക്തമായി എതിർക്കുന്നതായും ലിൻ ജിയാൻ പറഞ്ഞു. അമേരിക്കയുമായി സംഘർഷ സാഹചര്യം നിലനിൽക്കവേ ഇറാഖ് അതിർത്തിയിൽ സൈനിക അഭ്യാസത്തിനൊരുങ്ങി ഇറാൻ. നാളെയും മറ്റന്നാളുമായി പടിഞ്ഞാറൻ അതിർത്തിയിലെ ഖസറെ ഷിറിനിലാണ് സൈനികാഭ്യാസം നടക്കുക എന്നാണ് വിവരം. സൈനികാഭ്യാസവുമായി ബന്ധപ്പെട്ട പൊട്ടിത്തെറി ശബ്ദങ്ങൾ ഉണ്ടാകാനിടയുണ്ടെന്ന ഉദ്യോഗസ്ഥർ ഗ്രാമവാസികളെ അറിയിച്ചതായാണ് റിപ്പോർട്ട്. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് അഴിമതി കേസിൽ 10 വർഷം തടവ് ശിക്ഷ വിധിച്ച് ബംഗ്ലാദേശ് കോടതി. ധാക്കയിലെ പൂർബാജൽ ന്യൂ ടൗൺ സർക്കാർ പദ്ധതിയിൽ പ്ലോട്ടുകൾ അനുവദിച്ചതിൽ ക്രമക്കേട് നടത്തിയെന്നാണ് കേസ്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ കൂട്ടക്കൊല നടത്തിയെന്ന കേസിൽ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രിബ്യൂണൽ നേരത്തെ വധശിക്ഷ വിധിച്ചിരുന്നു. ഓസ്ട്രേലിയയിൽ 16 വയസ്സിന് താഴെയുള്ളവരുടെ സോഷ്യൽ മീഡിയ നിരോധനത്തിന് പിന്നാലെ 4,15,000 അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്ത് സ്നാപ്ചാറ്റ്. 2025 ഡിസംബറിലാണ് സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിൽ പ്രായപൂർത്തിയാകാത്തവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. ഇതിന് പിന്നാലെയാണ് സ്നാപ്ചാറ്റിന്റെ നടപടി. UAEയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനും പരസ്യദാതാക്കൾക്കും പരസ്യത്തിന് പെർമിറ്റ് നിർബന്ധമെന്ന് UAE മീഡിയ കൗൺസിൽ. സോഷ്യൽ മീഡിയയിലെ എല്ലാ പെയ്ഡ് അൺപെയ്ഡ് പ്രൊമോഷൻസിനും വെബ്സൈറ്റ്, ബ്ലോഗ് പോലുള്ള എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനും നിയമം ബാധകമാണ്. തെറ്റിദ്ധരിപ്പിക്കുന്ന കണ്ടന്റുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കുക എന്നതാണ് പുതിയ നിയമത്തിന്റെ ലക്ഷ്യം. ആഭ്യന്തര അന്താരാഷ്ട്ര യാത്രകളിൽ 20% വരെ കിഴിവുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് മോർ സെയിൽ ആരംഭിച്ചു. ഫെബ്രുവരി 11 മുതൽ ഡിസംബർ 31 വരെയുള്ള യാത്രകൾക്കായി ഫെബ്രുവരി 5 വരെ ബുക്ക് ചെയ്യുന്നവർക്കാണ് ഓഫർ ലഭിക്കുക. ഓഫർ കാലയളവിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വെബ്സൈറ്റിലൂടെയോ മൊബൈൽ ആപ്പിലൂടെയോ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്ക് കൺവീനിയൻസ് ഫീസ് ഈടാക്കില്ല. മസ്കറ്റ് ക്ലാസിക് ടൂർ ഓഫ് ഒമാൻ റേസുകൾക്കൊരുങ്ങി ഒമാൻ. ഫെബ്രുവരി 6 മസ്കറ്റ് ക്ലാസിക്കും 7 ടൂർ ഓഫ് ഒമാനും തുടക്കമാകും. 11 അന്താരാഷ്ട്ര ടീം ഉൾപ്പെടെ 18 ടീമുകളാണ് പങ്കെടുക്കുന്നത്. അൽ മൗജിലെ കോസ്റ്റൽ റോഡ് മുതൽ ജബൽ അൽ അഹ്ലറിലെ കയറ്റം വരെ വ്യത്യസ്തവും ദുർഘടവുമായ വഴികളിലൂടെയാണ് റൈഡർമാർ പരിശീലനം നടത്തുന്നത്. 5 ഘട്ടങ്ങളിലായാണ് ഇവന്റ് നടക്കുന്നത്. മസ്കറ്റിൽ അന്താരാഷ്ട്ര എയർ ട്രാഫിക് മാനേജ്മെന്റ് ഏകോപന മീറ്റിംഗിന് തുടക്കമായി. 19 രാജ്യങ്ങളിൽ നിന്നായി 90 വ്യോമയാന വിദഗ്ധരും വിവിധ എയർലൈൻ പ്രതിനിധികളും 3 അന്താരാഷ്ട്ര സംഘടനകളും 3 ദിവസത്തെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റ് മേഖലയിലെ വ്യോമയാന വികസനം നേരിടുന്ന ആഗോള വെല്ലുവിളികൾ, സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്നിവ യോഗം വിശദമായി അവലോകനം ചെയ്യും.
ഒമാനിൽ കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്ത കുറ്റകൃത്യങ്ങളിൽ തൊഴിൽ നിയമലംഘനങ്ങളും ചെക്ക് സംബന്ധമായ കേസുകളും ഗണ്യമായി വർദ്ധിച്ചതായി പബ്ലിക് പ്രോസിക്യൂഷൻ. കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്ത 55,164 കേസുകളിൽ 32,791 കേസുകളും തൊഴിൽ ചെക്ക് നിയമലംഘനങ്ങളുടേതാണ്. കേസുകളുടെ എണ്ണത്തിൽ 19% വർധനവും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സൗദിയിലെത്തിയത് 1.95 കോടി വിദേശ തീർത്ഥാടകരെന്ന റിപ്പോർട്ട്. നാഷണൽ സെന്റർ ഫോർ മെഷറിംഗ് പെർഫോമൻസ് ഓഫ് പബ്ലിക് ഏജൻസീസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം തീർത്ഥാടകർക്ക് നൽകുന്ന സേവനങ്ങളിൽ 90%-ലധികം സംതൃപ്തിയും രേഖപ്പെടുത്തി. ഹജ്ജ്, ഉംറ സീസണുകളിൽ സേവന നിലവാരം വൻതോതിൽ മെച്ചപ്പെട്ടതായി ഗസ്റ്റ് ഓഫ് ഗോഡ് സർവീസ് പ്രോഗ്രാം വ്യക്തമാക്കി. UAE-യിൽ സൈബർ തട്ടിപ്പുകളിൽ 35% വർധനയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും സൈബർ സെക്യൂരിറ്റി കൗൺസിൽ അറിയിച്ചു. പ്രധാനമായും SMS, വാട്സാപ്പ്, ഇമെയിൽ എന്നിവ വഴി വ്യാജ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചാണ് ഇരകളെ വലയിലാക്കുന്നത്. സമ്മാനം ലഭിച്ചു, ബാങ്ക് അക്കൗണ്ട് വെരിഫൈ ചെയ്യുക, റീഫണ്ട് ലഭിക്കാനുണ്ട് തുടങ്ങി ആകർഷക വാഗ്ദാനങ്ങൾ നൽകിയാണ് തട്ടിപ്പുകാർ ജനങ്ങളെ കെണിയിൽ വീഴ്ത്തുന്നത്. വിദ്യാഭ്യാസം, ശാസ്ത്ര ഗവേഷണം എന്നിവയിൽ നിക്ഷേപം നടത്തുന്നത് UAE-യുടെ ഭാവി വികസനത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ. പുതുതലമുറയെ വിജ്ഞാനത്തിലും സാങ്കേതിക വിദ്യയിലും ശാക്തീകരിക്കുക എന്നതാണ് ലക്ഷ്യം. ദുബായ് മദീനത്ത് ജുമൈറയിൽ നടന്ന വേൾഡ് ലോറിയേറ്റ്സ് സമ്മിറ്റിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. നൊബേൽ സമ്മാന ജേതാക്കളുടെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്മേളനത്തിൽ 100-ലേറെ അവാർഡ് ജേതാക്കൾ ഉൾപ്പെടെ ലോകത്തെ 150ഓളം ശാസ്ത്രജ്ഞർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം. 2 തവണ കൂടിയും വില. ഉച്ചയ്ക്ക് ശേഷം കൂടിയത് 4,400 രൂപ. ഒരു പവന് 1,12,320 രൂപ. 4 മാസം കൊണ്ട് കൂടിയത് 47,000 രൂപ. ദുരന്തർ എന്ന ചിത്രത്തിലെ ഫാസ്ല എന്ന ഗാനത്തിലൂടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കി ബഹ്റൈനി റാപ്പർ ഫ്ലിപ്പറാച്ചി. ബിൽബോർഡ് അറേബ്യയുടെ 4 വ്യത്യസ്ത ചാർട്ടുകളിൽ ഈ ഗാനം ഒരേ സമയം 1-ാം സ്ഥാനത്തെത്തിയതോടെയാണ് ഫ്ലിപ്പറാച്ചി ഈ അപൂർവ നേട്ടം സ്വന്തമാക്കിയത്. ഗാനം 2024-ൽ പുറത്തിറങ്ങിയതാണെങ്കിലും ദുരന്തർ എന്ന ചിത്രത്തിൽ അക്ഷയ് ഖന്നയുടെ മാസ് എൻട്രി സീനിൽ ഉപയോഗിച്ചതോടെയാണ് ഇത് ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത്. നിവിൻ പോളി അഖിൽ സത്യൻ ചിത്രം സർവമായയെ പ്രശംസിച്ച് നടി രാധിക ശരത് കുമാർ. ചിത്രം തന്നെയും ഭർത്താവ് ശരത് കുമാറിനെയും ഒരുപോലെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തെന്ന് രാധിക എക്സിൽ കുറിച്ചു. സംവിധായകൻ അഖിൽ സത്യന്റെ രചനാശൈലിയെയും രാധിക പ്രശംസിച്ചു. സംവിധായകൻ ക്രിസ്റ്റഫർ നോളന്റെ വരാനിരിക്കുന്ന ചിത്രം ദ ഒഡീസിയയിലെ കാസ്റ്റിംഗിനെ വിമർശിച്ച് ഇലോൺ മസ്ക്. 2016 മുതൽ 22 വരെയുള്ള തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡുകൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ചർച്ചയായി വിമൽ നായകനായി എത്തിയ ചിത്രം സണ്ടക്കാരി. മികച്ച ആർട്ട് ഡയറക്ടർ, മികച്ച ഗായകൻ, മികച്ച മൂന്നാമത്തെ സിനിമ എന്നീ പുരസ്കാരങ്ങൾ സണ്ടക്കാരി എന്ന സിനിമയ്ക്ക് ലഭിച്ചിരുന്നു. വസ്ത്രത്തിന്റെ പേരിലുള്ള വിമർശനങ്ങൾക്ക് മറുപടി നൽകി നടി ഐശ്വര്യ ലക്ഷ്മി. ഒരു ഉദ്ഘാടനത്തിനെത്തിയപ്പോൾ ഐശ്വര്യ ലക്ഷ്മി ധരിച്ച വസ്ത്രം കടുത്ത രീതിയിൽ വിമർശിക്കപ്പെട്ടിരുന്നു. തെലുങ്ക് താരം രാം ചരണിന് ഇരട്ടക്കുട്ടികൾ പിറന്നതിൽ ആശുപത്രിക്ക് മുന്നിൽ പടക്കം പൊട്ടിക്കുകയും നാസിക് ഡോൾ കൊട്ടുകയും ചെയ്ത ആരാധകർ ആരാധന അതിരുകടന്ന് ഭ്രാന്തായെന്നാണ് ഉയർന്ന വിമർശനം. MA നിഷാദ് സംവിധാനം ചെയ്ത ലർക്ക് എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. ദേശീയ, അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവലുകളിൽ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ച ചിത്രമാണ് ലർക്ക്. സിനിമാ ലോകത്തെ താരദമ്പതികളാണ് ആലിയ ഭട്ടും രൺബീർ കപൂറും. ഇരുവരും തമ്മിൽ അസ്വാരസ്യങ്ങളുണ്ടെന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോയ്ക്ക് മറുപടി പറയുകയാണ് നടി. വെറും 7 സെക്കൻഡ് മാത്രമുള്ള വീഡിയോ കൊണ്ടല്ല 7 വർഷത്തെ ജീവിതം അളക്കേണ്ടത്. സാമൂഹിക മാധ്യമങ്ങളിൽ കാണുന്ന ബഹളങ്ങളൊന്നും ബാധിക്കാറില്ലെന്നും നടി. തന്നെ സംതൃപ്തിപ്പെടുത്തുന്ന റോളുകൾ വരാത്തതിനാലാണ് മലയാളത്തിൽ സിനിമകൾ ചെയ്യാത്തത് എന്ന് നടൻ ജയറാം. മറ്റു ഭാഷകളിൽ തീരെ ചെറിയ റോളുകളാണ് ലഭിക്കുന്നത് എന്നതിന് ഇത്തരം വേഷം തിരഞ്ഞെടുക്കുന്നത് എന്ന ആരാധകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയാണ് ജയറാം. പുതിയ തമിഴ് ചിത്രം വിത്ത് ലവിന്റെ പ്രൊമോഷൻ ഇന്റർവ്യൂവിനിടെ പറഞ്ഞ വാക്കുകൾ വളച്ചൊടിച്ച മാധ്യമങ്ങൾക്കെതിരെ നടി അനശ്വര രാജൻ. വിത്ത് ലവിന്റെ സെറ്റിൽ മറ്റുള്ളവരുമായി വൈബ് സെറ്റാകാൻ മണ്ടിയെ പോലെ അഭിനയിച്ചു എന്ന വാർത്തയോടായിരുന്നു അനശ്വരയുടെ പ്രതികരണം. ശ്രീനിവാസൻ പറഞ്ഞ നിർദ്ദേശങ്ങൾ വെളിപ്പെടുത്തി സത്യൻ അന്തിക്കാട്. തന്റെ പേരിൽ ഒരു സ്മാരകങ്ങളും ഉണ്ടാക്കരുത്, ഒരു അവാർഡ് പോലും ഏർപ്പെടുത്തരുത്, ഒരു ബസ് സ്റ്റോപ്പിനും തന്റെ പേരിടരുത് എന്ന് ശ്രീനിവാസൻ പറഞ്ഞിരുന്നെന്ന് വെളിപ്പെടുത്തുകയാണ് സത്യൻ അന്തിക്കാട്. ടോവിനോ തോമസിനെ നായകനാക്കി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത ചിത്രം പള്ളിച്ചട്ടമ്പിയിലെ നായികയുടെ ക്യാരക്ടർ പോസ്റ്റർ പുറത്ത്. ചിത്രത്തിൽ നായികയായി എത്തുന്നത് കയാതുവാണ്.